ഐക്യമാണ് ജനകീയ പ്രക്ഷോഭങ്ങളുടെ കാതൽ എന്ന് പറയുന്നത്. എല്ലാ വലതുപക്ഷ ശക്തികളും ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അത് ജാതി പറഞ്ഞോ, മതം പറഞ്ഞോ, പ്രദേശത്തിന്റെ മേന്മ പറഞ്ഞോ, ഭാഷ പറഞ്ഞോ ഒക്കെ ആവാം. അപ്പോൾ ഇടതുപക്ഷം ശ്രമിക്കേണ്ടത് അതിനൊക്കെ അതീതമായി പണിയെടുത്ത് ജീവിക്കുന്നവനെ അണിനിരത്തി അവന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കുക, അവന്റെ ഐക്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്താണ് കേരളം കണ്ടത്? ദേശീയ തലത്തിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ BJPയുടെ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ അരങ്ങേറുമ്പോൾ, ദേശീയ തലത്തിൽ വർഗീയത ഇളക്കിവിട്ട് വർഗീയ കലാപങ്ങളിലേക്ക് നാടിനെ നയിക്കുമ്പോ, കാശ്മീരിന്റെ ഭരണഘടനാപരമായ പദവി എടുത്തു കളഞ്ഞ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ, ഒരു പുതിയ പൗരത്വ രജിസ്റ്റർ കൊണ്ടുവന്ന് ന്യൂനപക്ഷങ്ങളെ പൗരന്മാരല്ലാതാക്കി അവരെ ആട്ടിപ്പായിക്കുമ്പോൾ, പണ്ട് ഗോൾവാൾക്കർ പറഞ്ഞതുപോലെ ഹിന്ദുക്കൾക്ക് വിധേയമായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കാം, അല്ലെങ്കിൽ രാജ്യം വിട്ടുപോയിക്കൊള്ളുക എന്ന ആഹ്വാനം മുഴങ്ങുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ ചെയ്തികളിലും. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പട്ടിക പരിഷ്കരണം എന്ന പേരിൽ ലക്ഷക്കണക്കിന് ആളുകളെ പുറന്തള്ളിക്കൊണ്ട് അവരെ നാളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കുവാനുള്ള കിരാത പദ്ധതി രാജ്യത്ത് അരങ്ങേറുമ്പോ, ഇടതുപക്ഷത്തിന്റെ ബാലപാഠം അറിയുന്ന ആളുകൾ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു ലാഞ്ചനയെങ്കിലുമുള്ള ആളുകൾ, അവര് സ്വീകരിക്കേണ്ട നിലപാട് വർഗീയതക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാണുന്നു? BJPയെ പോലും ലജ്ജിപ്പിക്കും വിധം വർഗീയത പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഡൽഹിയിൽ പോയി പത്രസമ്മേളനം നടത്തി മലപ്പുറം ജില്ലയിൽ ഭീകരപ്രവർത്തനത്തിന് വളം വയ്ക്കുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, നമ്മൾ ഓർക്കണം, നായാടി മുതൽ നമ്പൂരി വരെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ മുദ്രാവാക്യം. അതൊരു ഹിന്ദുത്വ മുദ്രാവാക്യമാണ്, അത് RSSന്റെ മുദ്രാവാക്യമാണ്. പിണറായിയോടൊപ്പം നിന്ന് ആനുകൂല്യങ്ങൾ പറ്റുകയും പിറകിൽ കൂടി BJPക്ക് പരവതാനി വിരിക്കുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ നിലപാടാണത്. അതിപ്പോ നസ്രാണിയിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരേ ഒരു വിഭാഗത്തെ, ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മാത്രം ശത്രുക്കളായി കണ്ടുകൊണ്ട് ബാക്കി മുഴുവൻ പേരെയും അണിനിരത്താനുള്ള RSS തന്ത്രമാണ് വെള്ളാപ്പള്ളി എന്ന രാഷ്ട്രീയ നേതാവിലൂടെ നമ്മൾ കാണുന്നത്. ഈ ഗവൺമെന്റ് അതിന് ഒത്താശ ചെയ്യുന്നു. ആ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി തോളിൽ കൈയിട്ട് കൂടെ കൊണ്ട് നടക്കുന്നു. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി എന്നുമാണ് AK ബാലൻ പറയുന്നു, UDF ജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി, തകരും കേരളം. എന്തൊരാശങ്കയാണെന്ന് നോക്കൂ. ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു MLA പോലും കേരളത്തിൽ ഇല്ല. അവരായിരിക്കും കേരളം ഭരിക്കുക എന്ന് പറയുന്നത് അവാസ്തവമാണെന്ന്, അയഥാർത്ഥമാണെന്ന്, പച്ചക്കള്ളമാണെന്ന് നമുക്കറിയാം. പക്ഷെ പച്ചക്കള്ളം ആവർത്തിച്ച് പറഞ്ഞാൽ കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുമെന്ന് ഹിറ്റ്ലറുടെ അനുയായിയായ ഗീബൽസ് പണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റുപാടുകയാണ് ഈ ബാലൻ, വെറും ബാലൻ. നമ്മൾ ഓർക്കണം, ആസൂത്രിതമായി വർഗീയത പ്രചരിപ്പിക്കുന്നു. UDF അധികാരത്തിൽ വന്നാൽ മാറാട് ആവർത്തിക്കുമെന്ന് പറയുന്നു. മാറാട് കലാപത്തെ കുറിച്ച് അന്വേഷിച്ച ജോസഫ് കമ്മീഷൻ വെളിവാക്കിയത് RSSും BJPയും മുസ്ലിം ലീഗും മാത്രമല്ല, ഇടതുപക്ഷവും സങ്കുചിതമായ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാറാടിനെ ഉപയോഗപ്പെടുത്തിയെന്നാണ്. ആ സത്യം മറച്ചു വച്ചിട്ട് മാറാട് കലാപത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു നിലപാട് പിണറായി വിജയനും കൂട്ടരും അനുയായികളും സ്വീകരിക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ഒരു ചേരി തിരിവ് സൃഷ്ടിച്ച് വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടില്ലേ, സജി ചെറിയാൻ മലപ്പുറത്തും കാസർഗോഡും ഒക്കെ ജയിച്ചു വന്നവരുടെ പേരുകൾ നോക്കൂ. കേരളത്തിലെ വർഗീയതയുടെ പേരുകൾ നിങ്ങൾക്ക് കാണാം എന്ന് സജി ചെറിയാൻ പറയുമ്പോ ആസൂത്രിതമായിട്ടാണ് എല്ലാ പാർട്ടി നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ പാടുന്നത്. അവർ തീരുമാനിച്ചു ഉറപ്പിച്ച സംഗതികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വർഗീയ സ്പർദ്ധ വളർത്തുകയാണ്. രാജ്യം ഒരു ഫാസിസ്റ്റ് സാഹചര്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ, ഒരു അന്ധകാരത്തിലേക്ക് രാജ്യത്തെ ഹിന്ദുത്വ ശക്തികൾ ആനയിക്കുമ്പോൾ,
അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തുകൊണ്ട് പണിയെടുക്കുന്നവന്റെ ഐക്യമൂട്ടി ഉറപ്പിച്ചുകൊണ്ട് ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന ആളുകളെ ഒരുമിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നേറ്റങ്ങൾ വളർത്തിയെടുക്കേണ്ട ആളുകളാണ്. BJP RSSനെ പോലും ലജ്ജിപ്പിക്കും വിധം ഈ തരം താഴ്ന്ന വർഗീയത പയറ്റുന്നത് കേരളത്തിൽ. നാം ഓർക്കണം, വോട്ടിന് വേണ്ടിയോ സീറ്റിന് വേണ്ടിയോ ആകാം, പക്ഷെ ഇത് വോട്ടിലും സീറ്റിലും നിൽക്കില്ല. ഈ നാടിന്റെ മുഴുവൻ നന്മകളും കുഴിച്ചു മൂടത്തക്ക രീതിയിൽ ഈ കേരളം അയ്യങ്കാളിയിലൂടെ, ശ്രീനാരായണ ഗുരുവിലൂടെ, അനേകം നവോത്ഥാന മുന്നേറ്റങ്ങളിലൂടെ, അനേകം യോജിച്ച പോരാട്ടങ്ങളിലൂടെ വളർത്തിയെടുത്ത മാനുഷിക മൂല്യങ്ങൾ മുഴുവൻ ഒറ്റയടിക്ക് ചവിട്ടി മെതിക്കാൻ പോകുന്ന ഒരന്ധകാരത്തിലേക്ക് ഈ കേരളത്തെ നയിക്കാൻ പോകുന്ന നിലപാടാണ് പിണറായിയും സംഘവും കൈക്കൊള്ളുന്നത്.